കോർപ്പറേഷൻ ഭരണം ലഭിച്ചാൽ കണ്ണൂർ നഗരത്തെ ഇങ്ങനെ മാറ്റുമെന്നാണ് LDFന്റെ പ്രഖ്യാപനം. കണ്ണൂർ നഗരത്തെ ഇന്നത്തെ ദുരവസ്ഥയിൽ നിന്ന് മോചിപ്പിച്ചുകൊണ്ട് നഗരത്തെ അടിമുടി മാറ്റുന്നതിന് വേണ്ടിയുള്ള സമഗ്രമായ ഒരു മാസ്റ്റർ പ്ലാനാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിൻ്റെ പ്രകടന പത്രികയിലൂടെ ജനങ്ങളുടെ മുമ്പാകെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ചെയ്യാൻ പറ്റുന്നതേ പറയൂ. ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്തിരിക്കും. അതാണ് ഈ കേരളത്തിൻ്റെ അനുഭവം. CPM ജില്ലാ സെക്രട്ടറി KK രാഗേഷാണ് ത്രിമാന ദൃശ്യങ്ങൾ സഹിതം LDFന്റെ വികസന കാഴ്ചപ്പാട് അവതരിപ്പിച്ചത്. കോർപ്പറേഷൻ ഭരണം ലഭിച്ചാൽ കണ്ണൂരിന്റെ മുഖച്ഛായ തന്നെ മാറ്റുന്ന വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കുമെന്ന് KK രാഗേഷ്. കാഴ്ചപ്പാടുണ്ടെങ്കിൽ, ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ ഈ പറഞ്ഞതല്ല ഇതിനപ്പുറം നടക്കും. ഞങ്ങൾ ചെയ്യാൻ കഴിയുന്നതേ പറയും. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു. അതുകൊണ്ട് ഇത് യാഥാർത്ഥ്യമാക്കുന്ന പദ്ധതിയാണ്. 5 വർഷം കൊണ്ട് ഇടതുപക്ഷത്തിന് അവസരം കിട്ടിയാൽ കണ്ണൂർ നഗരത്തെ അക്ഷരാർത്ഥത്തിൽ മാതൃകാ നഗരമാക്കി ഞങ്ങൾ മാറ്റും എന്നുള്ളത് ഈ നാടിൻ്റെ ഉറപ്പാണ്, ഇടതുപക്ഷത്തിൻ്റെ ഉറപ്പാണ്. ദേശീയപാത യാഥാർത്ഥ്യമാകുന്നതോടെ ഇന്നത്തെ നിലയിൽ കണ്ണൂർ നഗരം ഇല്ലാതാകും. അതുണ്ടാകാതെ നോക്കാൻ മാറ്റം അനിവാര്യമാണ്. ആ മാറ്റമാണ് LDF പ്രഖ്യാപിക്കുന്നത്. ഈ പദ്ധതികൾ നടപ്പാക്കാൻ ഫണ്ട് പല വഴിക്കായി കണ്ടെത്തും. മലയോളം മോഹിച്ച മുണ്ടേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് മലയല്ല ഹിമാലയമാണ് കിട്ടിയത്. ഇവിടെയും LDF പറഞ്ഞത് നടപ്പാക്കും. നിങ്ങൾ നേരത്തെ സ്കൂൾ കണ്ടോയെന്ന് എനിക്കറിയില്ല. ഒരു വല്ലാത്ത അവസ്ഥയിലുള്ള സ്കൂളായിരുന്നു. ആ സ്കൂളിൽ ഇതുപോലെ ഒരു മീറ്റിംഗ് സംഘടിപ്പിച്ചുകൊണ്ട് ഇവിടെ കാണിച്ചതുപോലുള്ള ഒരു ചിത്രം, ആ ചിത്രം ഇപ്പം കാണുന്ന മുണ്ടേരി സ്കൂളാണ്. ചിത്രം കാണിച്ച് ഞാൻ ആ നാട്ടുകാരോട് പറഞ്ഞു, നമുക്ക് ഇങ്ങനെ ഒരു സ്കൂൾ ഉണ്ടാക്കണം. അങ്ങനെ പറഞ്ഞപ്പോൾ കുറേ പ്രസംഗമൊക്കെ നടത്തി. അവസാനം ഞാൻ അവരോട് പറഞ്ഞു, നമുക്ക് മലയോളം സ്വപ്നം കാണാം, എന്നാൽ കുന്നോളമെങ്കിലും കിട്ടുമല്ലോ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ എന്നോട് അവിടെയുള്ള വളരെ പ്രമുഖനായ ഒരാൾ, അദ്ദേഹം പറഞ്ഞത്, സഖാവ് ഇങ്ങനെ 65 കോടിയൊന്നും ഇവിടെ കൊണ്ടുവരാൻ പ്രായോഗികമല്ല, നടക്കുന്ന കാര്യമല്ല, ഞങ്ങൾക്കതറിയാം. ഒരു 20 ലക്ഷം റുപ്യ സ്കൂളിന് തന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഹാപ്പിയാണെന്നാണ് പറഞ്ഞത്. എന്നാൽ അന്ന് മലയോളം കണ്ട സ്വപ്നം കുന്നോളമായി മാറുകയല്ലേ ചെയ്തത്. ഇപ്പോൾ ആ നാട്ടുകാർക്ക് എവറസ്റ്റ് തന്നെ കിട്ടിയിരിക്കുകയാണ്. മുണ്ടേരി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ രാജ്യത്തെ തന്നെ ഏറ്റവും നല്ല സ്കൂളാക്കി മാറ്റാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടതുപക്ഷക്കാർക്ക് ഒരു സംശയവും വേണ്ട, കണ്ണൂർ നഗരത്തെ ഇങ്ങനെ മാറ്റും. അത്ഭുതപ്പെടുത്തുന്ന വികസന കാഴ്ചപ്പാടുകളാണ് ത്രിമാന ദൃശ്യങ്ങൾ സഹിതം LDF അവതരിപ്പിച്ചത്. വാണിജ്യ വ്യവസായ മേഖലയിലെ പ്രമുഖരെ അടക്കം സാക്ഷി നിർത്തിയാണ് LDF ഹൈടെക് വികസന പദ്ധതികൾ പ്രഖ്യാപിച്ചത്. സിവിൽ സർവീസ് അക്കാദമി, സ്റ്റേഡിയം കോംപ്ലക്സിന്റെ ആധുനികവൽക്കരണം, പഴയ ബസ് സ്റ്റാൻഡ് കോംപ്ലക്സ്, ആംഫി തിയേറ്റർ, ടൗൺ സ്ക്വയർ EV സ്റ്റേഷൻ, അത്യാധുനിക മാർക്കറ്റ്, റോഡുകളുടെ സൗന്ദര്യവൽക്കരണം, മേലെചൊവ്വ ജംഗ്ഷന്റെ വികസനം, മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയം വികസനം, പയ്യാമ്പലം വാതക ശ്മശാനം, പയ്യാമ്പലം റോഡിലെ സൗന്ദര്യവൽക്കരണം, മഞ്ചപ്പാലം ട്രീറ്റ്മെന്റ് പ്ലാന്റ് പ്രദേശത്ത് ഗ്രൗണ്ട് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ, ചേലോറ ട്രെഞ്ചിങ് ഗ്രൗണ്ടിന്റെ നവീകരണം, സ്ട്രീറ്റ് ലൈറ്റുകൾ. ഇങ്ങനെ നീളുന്നു പ്രഖ്യാപനങ്ങൾ. LDFന്റെ ഈ വികസന പദ്ധതി കണ്ണൂരിന്റെ സ്വപ്നമാണ്. ആ സ്വപ്നം യാഥാർത്ഥ്യമായാൽ കേരളത്തിലെ ഏറ്റവും മികച്ച നഗരങ്ങളിൽ ഒന്നായി കണ്ണൂർ മാറുമെന്ന് ഉറപ്പ്. മനോജ് മയ്യിൽ, കണ്ണൂർ വിഷൻ.